ഡിയർ സ്റ്റുഡൻസ്, BA ഫസ്റ്റ് ഇയറിൻ്റെ ഒരു പേപ്പറാണ് ഹിസ്റ്ററി ഓഫ് കേരള അപ് ടു 12th സെഞ്ച്വറി CE എന്നുള്ളത്. അതിൽ 4ാമത്തെ മൊഡ്യൂളാണ് നമ്മൾ നോക്കുന്നത്. അതിൽ നമ്മൾ എപ്പിഗ്രാഫിക് എവിഡൻസ്, വാഴപ്പള്ളി, തരിസാപ്പള്ളി, അതുപോലെ പാർത്ഥിവപുരം ശാസനങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് തിരുവല്ല കോപ്പർ പ്ലേസിനെ കുറിച്ചാണ്. എന്നാൽ ഒരു ഗ്രാൻഡോ സംഭാവനയോ സാധാരണയായി ഭൂമിയുടെയോ ഇളവുകളുടെയോ രജിസ്റ്റർ ചെയ്യുകയും രേഖപ്പെടുത്തുകയും ചെയ്യുന്ന നിയമപരമായ രേഖകളാണ് പ്ലേറ്റുകൾ എന്ന് പറഞ്ഞാൽ. എന്താ പ്ലേറ്റുകൾ എന്ന് പറഞ്ഞാൽ? ഒരു ഗ്രാൻഡോ സംഭാവനയോ സാധാരണയായിട്ട് ഭൂമിയുടെയോ ഇളവുകളുടെയോ രജിസ്റ്റർ ചെയ്യുകയും രേഖപ്പെടുത്തുകയും ചെയ്യുന്ന നിയമപരമായ രേഖകളാണ് ഇത് പ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇന്ത്യയിൽ കുറേ ചെമ്പ് ഫലകങ്ങളുണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. വാഴപ്പള്ളി ചെപ്പേട്, തരിസാപ്പള്ളി ചെപ്പേട്, അതുപോലെ പാർത്ഥിവപുരം ചെപ്പേട്. ഇനി നമുക്ക് പറയാനുള്ളത് തിരുവല്ല കോപ്പർ പ്ലേറ്റിനെ കുറിച്ചാണ്. AD 9ാം നൂറ്റാണ്ട് മുതൽ 11ാം നൂറ്റാണ്ട് വരെ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല ശ്രീ വല്ലഭ മഹാക്ഷേത്രത്തിന് ദാനം നൽകപ്പെട്ട ഭൂസ്വത്തിൻ്റെ വിവരണങ്ങളും അവയുടെ വിനിയോഗം സംബന്ധിച്ച വ്യവസ്ഥകളും രേഖപ്പെടുത്തിയ ചെപ്പേടാണ് തിരുവല്ല ചെപ്പേട്. ഏത് നൂറ്റാണ്ടിലാണ്? AD 9ാം നൂറ്റാണ്ട് മുതൽ 11ാം നൂറ്റാണ്ട് വരെ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല ശ്രീ വല്ലഭ മഹാക്ഷേത്രത്തിന് ദാനം നൽകപ്പെട്ട ഭൂസ്വത്തിൻ്റെ വിവരങ്ങളും അവയുടെ വിനിയോഗം സംബന്ധിച്ച വ്യവസ്ഥകളും രേഖപ്പെടുത്തിയ ചെപ്പേടുകളാണ് തിരുവല്ല ചെപ്പേടുകൾ. 12, 14 നൂറ്റാണ്ടുകളിലാണ് ഇത് രചിക്കപ്പെട്ടത്. ഇതിൻ്റെ ലിപി വടിവ് നോക്കുമ്പോൾ 1150-നും 1200-നും കാലത്ത് രചിക്കപ്പെട്ടതാണെന്ന്, അതിനെ പകർത്തി എഴുതപ്പെട്ടതാണ്. അതിൻ്റെ ലിപിയുടെ വടിവ് നോക്കുമ്പോൾ 1150 to 1200 കാലത്താണ് അത് പകർത്തി എഴുതപ്പെട്ടതെന്ന് കരുതപ്പെടുന്നുണ്ട്. 18 ഇഞ്ച് നീളവും 3.25 ഇഞ്ച് വീതിയുമുള്ള ഇതിലെ ഭാഷ പ്രാചീന മലയാളവും ലിപി വട്ടെഴുത്തുമാണെന്ന് ഇതേപ്പറ്റി ഗവേഷണം നടത്തിയിട്ടുള്ള ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. 18 ഇഞ്ച് നീളവും 3.25 ഇഞ്ച് വീതിയുമുള്ള ഇതിലെ ഭാഷ പ്രാചീന മലയാളവും ലിപി വട്ടെഴുത്തുമാണ്. ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം നോക്കുമ്പോൾ പത്തില്ലത്തിൽ പോറ്റിമാരുടെ അധീനതയിൽ കഴിഞ്ഞിരുന്ന തിരുവല്ല ക്ഷേത്രത്തിലേക്ക് ബ്രാഹ്മണരെ ഊട്ടുന്നതിന് മാത്രമായി 1,00,000 പറ നെല്ല് വിളയുന്ന ഭൂമി ക്ഷേത്രത്തിന് ദാനം ലഭിച്ചിരുന്നതായിട്ട് ഇതിൽ പറയുന്നുണ്ട്. പത്തില്ലത്തിൽ പോറ്റിമാരുടെ അധീനതയിൽ കഴിഞ്ഞിരുന്ന തിരുവല്ല ക്ഷേത്രത്തിലേക്ക് ബ്രാഹ്മണരെ ഊട്ടുന്നതിന് മാത്രമായിട്ട് 1,00,000 പറ നെല്ല് വിളയുന്ന ഭൂമി ക്ഷേത്രത്തിന് ദാനമായിട്ട് ലഭിച്ചിരുന്നതായിട്ട് പറയുന്നുണ്ട്. 20,000 പറ നെല്ല് വിളയുന്ന ഭൂമി നൈവേദ്യങ്ങൾക്കായിട്ട് മാറ്റിവെച്ചിരുന്നു. പൂജകൾക്കായി പ്രതിദിനം 9 പറ അരിയും 4 നാഴി നെയ്യും ചെലവഴിച്ചിരുന്നതായിട്ട് പറയുന്നുണ്ട്. ഇതേ രേഖയിൽ ഉത്സവങ്ങൾ, മറ്റ് വിശേഷ ദിവസങ്ങൾ എന്നിവ ആഘോഷിക്കുന്നതിനും ശാലകളുടെ അഥവാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നടത്തിപ്പിനും വെവ്വേറെ ഭൂമി ദാനം ക്ഷേത്രത്തിന് കിട്ടിയിരുന്നു, ദാനമായിട്ട് ക്ഷേത്രത്തിന് ലഭിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. ചിലയിടത്ത് ആതുരശാലകൾ പ്രവർത്തിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. തിരുവല്ല ക്ഷേത്രത്തിൻ്റെ കീഴിലുള്ള മൊത്തം ഭൂമിയിൽ നിന്ന് പ്രതിവർഷം 3,00,000 പറ നെല്ല് വരുമാനമായി ലഭിച്ചിരുന്നു എന്നതിൽ പറയുന്നുണ്ട്. തിരുവല്ല സങ്കേതത്തിന് മാത്രമായിട്ട് 30 ചതുരശ്ര മൈൽ വിസ്തീർണമുള്ള ഭൂസ്വത്തുണ്ടായിരുന്നു എന്ന് MGS നാരായണൻ പറയുന്നുണ്ട്. തിരുവല്ല സങ്കേതത്തിന് മാത്രമായിട്ട് 30 ചതുരശ്ര മൈൽ വിസ്തീർണമുള്ള ഭൂസ്വത്തുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. പെരിയാറിനും കൊല്ലത്തിനും ഇടയിലുള്ള ഭൂമിയുടെ നല്ലൊരു ഭാഗം കിടങ്ങൂർ, ഏറ്റുമാനൂർ, നിർമ്മണ്ണ, വെൺമണി, ആറന്മുള, ചെങ്ങന്നൂർ, തിരുവല്ല എന്നീ ക്ഷേത്രങ്ങളുടെ നിയന്ത്രണത്തിലായിരുന്നു. പെരിയാറിനും കൊല്ലത്തിനുമിടയിലുള്ള ഭൂമിയുടെ നല്ലൊരു ഭാഗം കിടങ്ങൂർ, ഏറ്റുമാനൂർ, നിർമ്മണ്ണ, വെൺമണി, ആറന്മുള, ചെങ്ങന്നൂർ, തിരുവല്ല എന്നീ ക്ഷേത്രങ്ങളുടെ നിയന്ത്രണത്തിൽ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു ചെപ്പേടിൽ പറയുന്ന വിവരങ്ങൾ ക്ഷേത്രത്തിന് ഭൂമിയിൽ നിന്നുള്ള ഒരു വരുമാന മാർഗമായിരുന്നു രക്ഷാഭോഗമെന്ന സംരക്ഷണ നികുതി. ഭൂമിയിൽ നിന്നുള്ള വരുമാന മാർഗം ഏതാണ്? രക്ഷാഭോഗം എന്ന സംരക്ഷണ നികുതി. ഭൂമിയിൽ നിന്ന് രാജാക്കന്മാർക്ക് കൊടുക്കേണ്ട നികുതിയായിരുന്നു രക്ഷാഭോഗം. തിരുവല്ല ക്ഷേത്രത്തിലേക്ക് കുടവൂർ ഗ്രാമം ദാനം നൽകിയിട്ടുള്ളത് കാരന്മ അവകാശങ്ങളും 18 വ്യത്യസ്ത നികുതികളും ഒരു അങ്ങാടിയും ഉൾപ്പെടെയാണെന്ന് തിരുവല്ല ചെപ്പേടിൽ പറയുന്നുണ്ട്. തിരുവല്ല ക്ഷേത്രത്തിലേക്ക് കുടവൂർ ഗ്രാമം ദാനം നൽകിയിട്ടുള്ളത്
കാരാണ്മ അവകാശങ്ങളും 18 വ്യത്യസ്ത നികുതികളും ഒരു അങ്ങാടിയും ഉൾപ്പെടെയാണെന്ന് തിരുവല്ല ചെപ്പേടിൽ പറയുന്നുണ്ട്. ഈ ഗ്രാമത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് തിരുവല്ല ക്ഷേത്രത്തിന് 18 കഴഞ്ച് സ്വർണമോ അല്ലെങ്കിൽ 360 പറ നെല്ലോ വെമ്പല നാട്ടിലെ നാടുവാഴിയിൽ നിന്ന് രക്ഷാഭോഗമായിട്ട് വസൂലാക്കാമായിരുന്നു എന്നുള്ള ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നു. വിളക്കുമാടം പണിയുന്നതിനും ക്ഷേത്രത്തിലേക്ക് എണ്ണ വാങ്ങുന്നതിനും രക്ഷാഭോഗം ചുമത്തിയിരുന്നതായിട്ട് ഈ പ്രമാണങ്ങളിൽ കാണാൻ പറ്റും. ഇതുകൂടാതെ ക്ഷേത്രഭൂമി പാട്ടത്തിനെടുത്തിരുന്ന കാരാളന്മാരും അവരുടെ വിഹിതം നെല്ല്, നെയ്യ്, എണ്ണ എന്നിവയും മറ്റ് അവശ്യ വസ്തുക്കളും ക്ഷേത്രത്തിലേക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. സാധാരണയായിട്ട് കാരാളർ ക്ഷേത്രത്തിന് നൽകേണ്ട വിഹിതം മൊത്തം ഉൽപാദനത്തിൻ്റെ 1/3 അല്ലെങ്കിൽ 1/5 ഭാഗമായിരുന്നു എന്ന് തിരുവല്ല ചെപ്പേടിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. സാധാരണയായിട്ട് കാരാളർ ക്ഷേത്രത്തിന് നൽകേണ്ട വിഹിതം മൊത്തം ഉൽപാദനത്തിൻ്റെ 1/3 അല്ലെങ്കിൽ 1/5 ഭാഗമായിരുന്നു എന്ന് ഈ തിരുവല്ല ചെപ്പേടിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ചില സന്ദർഭങ്ങളിലെ ക്ഷേത്രത്തിലേക്കുള്ള ഭൂനികുതി സ്വർണമായി വാങ്ങിയിരുന്നുവെന്ന് തിരുവല്ല ചെപ്പേടിൽ പറയുന്നുണ്ട്. ഭൂവുടമയ്ക്കും പുറമെ ദേവദാസികൾക്കും സ്വർണം കടം നൽകിയിരുന്നതായിട്ട് തിരുവല്ല ചെപ്പേടിൽ കാണാൻ പറ്റും. ഓണാഘോഷത്തെക്കുറിച്ചുള്ള വിശദമായ പ്രതിപാദ്യം കാണാൻ പറ്റും. തിരുവല്ല ക്ഷേത്രത്തിലെ ഓണാഘോഷത്തിനായിട്ട് ദാനം ചെയ്യപ്പെട്ട ഭൂസ്വത്തിൻ്റെ മേൽനോട്ടത്തിനായി ഒരു ട്രസ്റ്റ് ഉണ്ടായിരുന്നതായിട്ട് രാജൻ ഗുരുക്കൾ പറയുന്നുണ്ട്. 53 ആതുരശാലകളിലെ അന്തേവാസികൾക്ക് ഓണത്തിന് ഊട്ടേർപ്പെടുത്തുന്നതായിട്ട് തിരുവല്ല ചെപ്പേടിൽ പറയുന്നുണ്ട്. ക്ഷേത്ര ജീവനക്കാർക്ക് ഓണത്തിന് പ്രത്യേക വേതനം നൽകിയിരുന്നതായിട്ട് പറയുന്നുണ്ട്. പല ജോലികളിലും ഏർപ്പെട്ടിരുന്ന വിഭാഗങ്ങളെക്കുറിച്ച് ചെപ്പേടുകളിൽ പറയുന്നുണ്ട്. തിരുവല്ല ചെപ്പേടുകളിൽ ചാവേരുരുത്തി, പണിച്ച വിരുത്തി, കാവലിരുത്തി എന്നിവയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെട്ടിരുന്നവർ എത്രത്തോളം സ്വാതന്ത്ര്യം അനുഭവിച്ചു എന്ന് പറയുന്നില്ല. നേരിട്ട് ഭൂമിയിൽ അധ്വാനിച്ചിരുന്ന ആൾക്കാരാണ് ആര്? ആളടിയാർ, അടിയാർ, അതായത് പുനൈവര്, പുലയ, ചെറുമര് ഇങ്ങനെയുള്ള വിഭാഗങ്ങൾ. ഇവർക്ക് ഒരു തരത്തിലുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. ഭൂമിക്ക് മേൽ യാതൊരു അവകാശവും ഇല്ലാതിരുന്ന ഇവരെ ഭൂമിക്കൊപ്പം കൈമാറുകയായിരുന്നു. ഭൂമിക്ക് മേൽ യാതൊരു അവകാശവും ഉണ്ടായിരുന്നില്ല ഇവരെ ഭൂമിയോടൊപ്പം കൈമാറുകയാണ് ചെയ്തത്. ഇത്തരം നിരവധി സംഭവങ്ങൾ തിരുവല്ല ചെപ്പേടുകളിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. തിരുവല്ല ചെപ്പേടുകളിൽ കൂത്ത് നടത്തുന്നതിനായി 75 പറ നെല്ല് വിളയുന്ന ഭൂമി ക്ഷേത്രത്തിന് ദാനം ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. ഭരണകൂടത്തെ സാധൂകരിക്കുന്നതിനൊപ്പം തന്നെ ക്ഷേത്രങ്ങളിൽ അതിൻ്റെ പങ്കാളിയാവുകയും ചെയ്തിരുന്നു. ഭരണകൂടത്തിൻ്റെ പ്രവർത്തനങ്ങൾ ക്ഷേത്രങ്ങൾക്ക് നൽകപ്പെടുകയോ ക്ഷേത്രങ്ങൾ കൈവശപ്പെടുത്തുകയോ ചെയ്തതിനുള്ള ഉദാഹരണമാണ് തിരുവല്ല ചെപ്പേടുകൾ. 18 നികുതികളോടുകൂടി കുടവൂര് ഗ്രാമം വെമ്പല നാട്ടിലെ നാടുവാഴി തിരുവല്ല ക്ഷേത്രത്തിന് നൽകിയ കാര്യം പറയുന്നുണ്ട്. ഇതിൽ നിന്ന് ക്ഷേത്രങ്ങൾക്ക് ഭരണകൂടത്തിനുണ്ടായിരുന്ന പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. പ്രസ്തുത നാടുവാഴിയിൽ നിന്ന് 360 പറ നെല്ല് ഭൂനികുതിയായിട്ട് ക്ഷേത്രസമിതിയുടെ മാനേജർക്ക് പിരിക്കാമെന്നും എന്തെങ്കിലും പിഴവ് സംഭവിച്ചാൽ നാടുവാഴി കൊടുക്കുവാനുള്ള നികുതി മുഴുവനും തുല്യമായ തുകയ്ക്കുള്ള സ്വർണമായിട്ട് നൽകണമെന്നും വ്യവസ്ഥയുണ്ട്. രാജാവിൻ്റെയോ ഏതെങ്കിലും സാമന്തൻ്റെയോ ആക്രമണത്തിൽ നിന്ന് ആ ഗ്രാമത്തെ സംരക്ഷിക്കാനുള്ള അധികാരവും ക്ഷേത്രത്തിനുണ്ടായിരുന്നു. ക്ഷേത്രത്തിലേക്ക് എണ്ണ നൽകാൻ ചുമതലയുള്ള ആൾക്കാർ അതിന് വീഴ്ച വരുത്തുകയാണെങ്കിൽ 50 കഴഞ്ച് സ്വർണം പെരുമാൾക്കും 25 കഴഞ്ച് ക്ഷേത്രസഭയ്ക്കും അതായത് അസംബ്ലിക്കും 10 കഴഞ്ച് നാടുവാഴിക്കും പിഴയൊടുക്കാൻ വ്യവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അധികാര ശ്രേണിയുടെ ഒരു ചിത്രവും രാജാവ്, ക്ഷേത്രം, നാടുവാഴി എന്ന ക്രമത്തിൽ ഇതെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ ഈ തിരുവല്ല ചെപ്പേടുകൾ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ തിരുവല്ല ചെപ്പേടുകളുടെ ചരിത്രമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഈ ചെപ്പേടുകൾ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം. ശേഖരത്തിൽ 43 പ്ലേറ്റുകളാണുള്ളത്. പ്ലേറ്റിൻ്റെ ഇരുവശവും എഴുത്തുണ്ട്. 1/2 ഡസനിലധികം പ്ലേറ്റുകൾ കാണാതായിട്ടുണ്ട്. ചെമ്പ് ഫലകങ്ങളുടെ ഉള്ളടക്കം വ്യത്യസ്ത കാലഘട്ടങ്ങളിലാണ് എഴുതിയിട്ടുള്ളത്. പ്ലേറ്റുകൾ ശേഖരിക്കുകയും പുനഃക്രമീകരിക്കുകയും അവസാന തീയതിയിൽ മാറ്റം വരുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. മധ്യകാല ക്ഷേത്ര ആചാരങ്ങൾ, ദേവതകൾ, ഉത്സവങ്ങൾ, ജാതികൾ, തൊഴിലുകൾ, വ്യക്തിപരമായ പേരുകൾ, പ്ലോട്ട് നാമങ്ങൾ, വിലകൾ ഇവയെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് പ്ലേറ്റുകളിൽ നിന്ന് കിട്ടുന്നുണ്ട്. 2 മുതൽ 44 വരെ ഏടുകൾ ഇപ്പോൾ തിരുവനന്തപുരം ഇതിൻ്റെ 2 മുതൽ 44 വരെയുള്ള ഏടുകൾ ഇപ്പോൾ തിരുവനന്തപുരം മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കേണൽ മൺറോയുടെ ഭരണകാലത്ത് 1811-14 കാലഘട്ടത്തിൽ ക്ഷേത്രങ്ങൾ സർക്കാരിലേക്ക് എടുത്തത് മുതലായിരിക്കണം ചെപ്പേടുകൾ സർക്കാർ ഏറ്റെടുത്ത്
തിരുവനന്തപുരം ട്രഷറിയിൽ സൂക്ഷിച്ചതെന്ന് പറയപ്പെടുന്നുണ്ട്. പിന്നീട് അത് മ്യൂസിയത്തിലേക്ക് മാറ്റപ്പെട്ടു. കേണൽ മൺറോയുടെ കാലഘട്ടത്തിലാണ് ക്ഷേത്രങ്ങൾ സർക്കാരിലേക്ക് ഏറ്റെടുത്തത്. അതിനുശേഷമായിരിക്കാം ഈ ഒരു ചെപ്പേടുകൾ തിരുവനന്തപുരം ട്രഷറിയിലെത്തിയത്. അത് പിന്നീട് മ്യൂസിയത്തിലേക്ക് മാറ്റപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് AD 9-ാം നൂറ്റാണ്ട് മുതൽ 11-ാം നൂറ്റാണ്ട് വരെ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല ശ്രീ വല്ലഭ മഹാക്ഷേത്രത്തിന് ദാനം നൽകപ്പെട്ട ഭൂസ്വത്തിൻ്റെ വിവരങ്ങളും അവയുടെ വിനിയോഗം സംബന്ധിച്ച വ്യവസ്ഥകളും രേഖപ്പെടുത്തിയ ചെപ്പേടുകളാണ് തിരുവല്ല ചെപ്പേടുകൾ. ഈ ചെപ്പേടുകൾ 12-14 നൂറ്റാണ്ടുകൾക്കിടയിലാണ് രചിക്കപ്പെട്ടത്. അതിൻ്റെ ലിപി വടിവ് നോക്കുമ്പോൾ 1150 to 1200 കാലഘട്ടത്തിൽ പകർത്തിയാണെന്ന് കരുതപ്പെടുന്നുണ്ട്. 18 ഇഞ്ച് നീളവും 3.25 ഇഞ്ച് വീതിയുമുള്ള ഇതിലെ ഭാഷ പ്രാചീന മലയാളവും ലിപി വട്ടെഴുത്തുമാണെന്ന് പറയപ്പെടുന്നുണ്ട്. ഇത്രയാണ് തിരുവല്ല ചെപ്പേടുകളെക്കുറിച്ച് പറയാനുള്ളത്. ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം, അതായത് ആർക്കിയോളജി ആൻഡ് ടെമ്പിൾ ആർക്കിടെക്ചർ എന്നുള്ള ഭാഗമാണ്. അത് മറ്റൊരു വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.